ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 10 ഇംഗ്ലീഷാണ്. അഡ്വെഞ്ചേഴ്സ് ഇൻ ബാനിയൻ ട്രീ എന്ന പാഠഭാഗത്തിൻ്റെ ആക്ടിവിറ്റീസ് ആണ് നോക്കാൻ പോകുന്നത്. ഈ ലെസൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സമ്മറി, അതുപോലെ തന്നെ മീനിങ്സും ക്വസ്റ്റ്യൻ ആൻസേഴ്സും അടങ്ങുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കാണാത്തവർക്കായി ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ലെസൻ്റെ ആക്ടിവിറ്റീസ് നോക്കാം. ഓക്കെ, ആക്ടിവിറ്റി 1, റിവിസിറ്റ് ദ സ്റ്റോറി ആൻഡ് കംപ്ലീറ്റ് ദ സ്റ്റോറി ട്രീ. ഇവിടെ ഒരു സ്റ്റോറി ട്രീ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് എന്താ കൊടുത്തിരിക്കുന്നത്, ആരൊക്കെയാണ് അതിലെ ക്യാരക്ടേഴ്സ്? ഗ്രാൻഡ് ഫാദറിനെ പറ്റി കൊടുത്തിട്ടുണ്ട്, ബോയിനെ പറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്, 65 ഇയർ ഓൾഡ് മാൻ, 65 വയസ്സായ ഒരാളാണെന്ന് പറയുന്നുണ്ട്. ബോയിനെ പറ്റി പറയുന്നുണ്ട്, എന്താണ്, ലവർ ഓഫ് നേച്ചർ, പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ഒരുവനാണ്. മംഗൂസ് എങ്ങനെയാണെന്ന് പറയാം, മംഗൂസ് വാലിയൻ്റ് ആണെന്ന് പറയാം. കോബ്ര ഒരു ഫൈറ്ററാണ്. മൈന എങ്ങനെയാണ്, മൈന ക്ലെവറാണ്. ക്രോ എങ്ങനെയാണ്, ക്രോ ഫൂളാണ് അല്ലേ, അത് വീണ്ടും അറ്റാക്ക് ചെയ്യാൻ പോയപ്പോൾ എന്താണ്, അത് ആ കോബ്രയുടെ കടി കൊണ്ട് മരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ക്രോ ഒരു ഫൂളാണ് നമുക്ക് പറയാം. നെക്സ്റ്റ് ആരാണ്, ഗ്രാൻഡ് മദറിനെ പറ്റി പറയുന്നുണ്ട്. ഗ്രാൻഡ് മദർ എങ്ങനെയാണ്, ഗ്രാൻഡ് മദറിനും വയസ്സായിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെയാണ് ഈ ഒരു കഥയിലെ ക്യാരക്ടേഴ്സ് വരുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താ, മെയിൻ ഇവൻറ്റ്സ് എന്തൊക്കെയാണ് ഈ കഥയിലുണ്ടായിരുന്ന പ്രധാന ഇവൻറ്റ്സ്. ബോയ്സ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ സ്ക്യൂറൽ, ആ ആൺകുട്ടിയും ആ സ്ക്യൂറലും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, അതാണ് ആദ്യത്തെ ഇവൻറ്റ്. പിന്നെ അടുത്ത മെയിൻ ഇവൻ്റ് എന്താ, നെക്സ്റ്റ് പറയുന്നത് ആ ഫൈറ്റാണ് മെയിൻ ഇവൻ്റ് ആയിട്ട് ആ സ്റ്റോറിയിൽ പറയുന്നത്. ദ ഫൈറ്റ് ബിറ്റ്വീൻ ദ മംഗൂസ് ആൻഡ് ദ കോബ്ര അല്ലേ, അവർ തമ്മിലുള്ള ഫൈറ്റാണ് രണ്ടാമത്തെ മെയിൻ ഇവൻ്റ് ആയിട്ട് വരുന്നത്. മൂന്നാമത്തെ മെയിൻ ഇവൻ്റ് എന്ന് പറയുന്നത് ഏതാ, ദ ബർത്ത് ഓഫ് 3 വൈറ്റ് സ്ക്യൂറൽസ്, ആ വെള്ള ആണ് വൈറ്റ് സ്ക്യൂറൽസ് ഉണ്ടാവുന്നതാണ് ഈ സ്റ്റോറിയിലെ നെക്സ്റ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഇവൻ്റ്. ഓക്കെ, ആക്ടിവിറ്റി 2, ദ ബോയ് വാസ് വെരി മച്ച് ത്രിൽഡ് ബൈ ഹിസ് അക്വൈൻറ്റൻസ് വിത്ത് ദ. ഓക്കെ, അപ്പോൾ ആ ലെറ്റർ നമുക്ക് ഇങ്ങനെ എഴുതാം. ഐ എം ലിവിങ് വിത്ത് മൈ ഗ്രാൻഡ് പാരൻസ് ആൻഡ് ദർ സോ മച്ച് ടു ടെൽ യു. There is this huge banyan tree at home that I actually own because I am the one who spends time with it. അപ്പോൾ ജസ്റ്റ് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പറയുകയാണ്, എന്താണ്, ഞാൻ എൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ ഒരു വലിയൊരു ബാനിയൻ ട്രീ ഉണ്ട് അല്ലേ, ആ ബാനിയൻ ട്രീ എൻ്റെയാണ്, കാരണം ഞാനാണ് അതിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. And I have a strong reason to actually live with it. I have a new friend on the tree. This friend is not a common thing. It's very much true and it's a squirrel. എന്താണ്, എനിക്ക് ആ ബാനിയൻ ട്രീയുടെ മുകളിൽ സമയം ചെലവഴിക്കാനായിട്ട് ഒരു റീസൺ തന്നെയുണ്ട്. എന്താണ് ആ റീസൺ എന്ന് പറയുന്നത്, എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടി, അതൊരു സ്ക്യൂറലാണ്, ഒരു അണ്ണാനാണ് എന്ന് അവൻ പറയുന്നു. At first that sweet little baby squirrel didn't trust me. I tried giving her breadcrumbs and the little creature rejected me. But slowly it started coming and pulling the food from my hands and it ran away. But now my dear friend trusts in me like no one. I feel so lucky to have such a sweet friend. എന്താ പറയുന്നത്, ആദ്യം ആ ബേബി സ്ക്യൂറലിന് എന്നെ ഒട്ടും തന്നെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നെ എന്താ ഉണ്ടായത്, പിന്നെ ഞാൻ അവന് ബ്രെഡ് ക്രംസും അതുപോലെ തന്നെ ഫുഡൊക്കെ കൊടുത്തു തുടങ്ങി. ആദ്യമൊന്നും അവനത് സ്വീകരിച്ചിരുന്നില്ല, പക്ഷേ പിന്നെ എന്താണ്, പിന്നെ മെല്ലെ മെല്ലെ അവൻ എൻ്റെ അടുത്തേക്ക് വന്നു തുടങ്ങി. എൻ്റെ കയ്യിലുള്ള ഭക്ഷണമൊക്കെ അവൻ തന്നെ മേടിച്ച് കഴിച്ചും തുടങ്ങി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് എന്ന് പങ്കുവയ്ക്കുകയാണ് ഈ ലെറ്ററിലൂടെ. പിന്നെ ലാസ്റ്റ് എന്താണ്, നമ്മളൊരു ക്ലോസിങ് നോട്ട് കൊടുക്കുന്നുണ്ട്. വെയിറ്റിംഗ് ഫോർ യു ടു റൈറ്റ് ബാക്ക്, ടേക്ക് കെയർ, നീ എനിക്ക് തിരിച്ച് ഒരു റിപ്ലൈ തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ടേക്ക് കെയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ലെറ്റർ നിർത്തുകയാണ്. കാരണം യുവേഴ്സ് ലവിംഗ്ലി നമ്മുടെ സിഗ്നേച്ചർ കൊടുക്കുന്നു, നമ്മുടെ പേര് എഴുതുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ലെറ്ററുടെ ഫോമാറ്റ് വരുന്നത്. നെക്സ്റ്റ് എന്താ, watching the nature around us is really interesting. Each and every living being has its own characteristics. The boy in the story narrates certain features of a few animals. List them out. എന്താണ്, നമ്മുടെ പ്രകൃതിയിലെ പല കാര്യങ്ങളും നമ്മളെ വളരെയധികം അട്രാക്റ്റ് ചെയ്യും. ഓരോ ജീവിക്കും അതിൻ്റേതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് അല്ലേ, സ്വഭാവങ്ങളും വൈവിധ്യങ്ങളുമുണ്ട് പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് സ്ക്യൂറലിനെ പറ്റി കൊടുത്തിട്ടുണ്ട്. സ്ക്യൂറൽ വാസ് വെരി യങ്, ഇറ്റ് വാസ് സ്മോൾ ആൻഡ് ഗ്രേ ഇൻ കളർ. Finding the boy not harmful, it became very friendly with him. It trusted the boy and even took food from his hands. അപ്പോൾ സ്ക്യൂറലിനെ പറ്റി പറയുന്നുണ്ട്, യങ് ആയിരുന്നു, സ്മോൾ ആയിരുന്നു, ഗ്രേ ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് അവർ ഓരോരുത്തരെയും പറ്റിയിട്ട് ഈ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. നെക്സ്റ്റ് പറയുന്നത് സ്നേക്കും മംഗൂസുമാണ്, നമുക്ക് നോക്കാം.
ഓക്കെ, സ്നേക്കാണ്. സ്നേക്കിനെ പറ്റിയിട്ട് ഇങ്ങനെയൊക്കെ എഴുതാം നമുക്ക്. ദ കോബ്ര വാസ് ഹ്യൂജ് ആൻഡ് ബ്ലാക്ക്. ഇറ്റ് വാസ് സ്കിൽഫുൾ ആൻഡ് ആൻ എക്സ്പീരിയൻസ് ഫൈറ്റർ. He could move swiftly and strike with the speed of light. The sacs behind his long sharp fangs were full of deadly poison. കോബ്ര എങ്ങനെയായിരുന്നു? വളരെ വലുതും ബ്ലാക്ക് കളറിലും ആയിരുന്നു. അത് സ്കിൽഫുൾ ആയിരുന്നു. സോ അതുപോലെ തന്നെ വളരെ എക്സ്പീരിയൻസ് ഉള്ളൊരു ഫൈറ്റർ ആയിരുന്നു, ഒരു യോദ്ധാവായിരുന്നു. അവന് വളരെ സ്പീഡിൽ, ഓക്കെ, അവൻ്റെ സ്പീഡ് എങ്ങനെയാണ്? ലൈറ്റിൻ്റെ പോലെ, ലൈറ്റിൻ്റെ പ്രകാശത്തിൻ്റെ വേഗത പോലെ അത്രയും തന്നെ സ്പീഡ് അവൻ്റെ മൂവ്മെൻറ്റ്സിനുണ്ട്. ബൈറ്റൊക്കെ എങ്ങനെയാണ്? അത് വളരെയേറെ വിഷം നിറഞ്ഞൊരു ജീവിയാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്ന മംഗൂസിനെ പറ്റിയാണ്. ദ മംഗൂസ് വാസ് ഗ്രേ ഇൻ കളർ ആൻഡ് 3 feet ലോങ്. അതിൻ്റെ കളർ ഗ്രേ ആയിരുന്നു, അത് 3 feet ലെങ്ത് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എൻ എഗ്രസീവ് ഫൈറ്റർ ആൻഡ് വെരി ക്ലെവർ. അവൻ വളരെ വാശിയേറിയൊരു ഫൈറ്റർ ആയിരുന്നു, അതുപോലെ തന്നെ അവൻ വളരെ ബുദ്ധിമാനുമായിരുന്നു. ഓക്കെ, അപ്പോൾ കോബ്ര അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ ഒരു പ്രതിരോധം എന്ന നിലയിൽ എന്താണ്, അതിൻ്റെ ഹെയർസൊക്കെ ബുഷപ്പ് ചെയ്തു. അത് അതിനെ മംഗൂസിനെ, ആ സ്നേക്കിൻ്റെ ബൈറ്റിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ ലാസ്റ്റ് എന്താ ഉണ്ടായത്? മംഗൂസ് ആ കോബ്രേനെ കൊല്ലുകയും ആ കോബ്രേനെ ഡ്രാഗ് ചെയ്തുകൊണ്ട്, വലിച്ചഴിച്ചുകൊണ്ട് ആ ബുഷസ്, കാക്ടസിൻ്റെ ഇടയിലേക്ക്, ആ മുൾച്ചെടികളുടെ ഇടയിലേക്ക് വലിച്ച് കൊണ്ടുപോവുകയും ചെയ്തു. Activity 4. The boy was thrilled at seeing the fight between the cobra and the mongoose. You may also have the same feeling. Narrate the fight scene in your own words. എന്താണ്? ആ ആൺകുട്ടി ആ കോബ്രയും മംഗൂസും തമ്മിലുള്ള ഫൈറ്റ് കണ്ടപ്പോൾ വളരെ അധികം ത്രിൽഡായി. നമ്മൾക്കും ആ കഥ വായിക്കുമ്പോൾ എങ്ങനെ തന്നെയാണ്, അങ്ങനെ ഒരു ഫീലിംഗ് തന്നെയാണ്. അപ്പോൾ ആ ഒരു ഫൈറ്റ് സീൻ നിങ്ങളുടെ വേർഡ്സിൽ എഴുതാനാണ് പറയുന്നത്. ഓക്കെ, ഫൈറ്റ് സീനാണ് നിങ്ങളോട് നറേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഏരിയയിൽ അത് കൊള്ളുന്നുണ്ടാവില്ല, അപ്പോൾ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുക. ഓക്കെ, അപ്പോൾ ആ നടന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇവിടെ നറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബോയ് അല്ല പറയുന്നത്, നിങ്ങളാണ് ഈ കാര്യങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ എന്ത് എഴുതേണ്ടത്, ഈ ഒരു നറേഷൻ എഴുതേണ്ടത്. അപ്പോൾ ഇതിൻ്റെ മീനിങ്സ് ഒന്നും ഞാൻ പറയുന്നില്ല, ഓൾറെഡി ലെസൻ്റെ മീനിങ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ലെസൺ എന്താണ്, സ്റ്റോറി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് വായിക്കാം. One April afternoon, when everyone was indoors due to warm breezes of the approaching summer, the boy witnessed a dreadful fight between a cobra and a mongoose. Suddenly, a huge black cobra came out from the cactus clump, and a mongoose also emerged from the bushes. They came face to face in a clearing beneath the banyan tree. 2 other spectators, a myna and a jungle crow, also arrived there. Hissing defiance, the cobra raised 3 of his 6 feet off the ground and spread his broad hood. The mongoose bushed his tail, and the long hair on his spine stood up. The cobra stood on the defensive, and the mongoose started attacking. It was really a dreadful battle of champions. The myna and crow also participated in the battle, and the crow collided heavily with the cobra and lost its life. The mongoose attacked the cobra severely, bit on its back several times, and finally the cobra died. The myna congratulated the mongoose with a shrill cry and flew away. ഓക്കെ, അപ്പോൾ ആ ഒരു ഫൈറ്റാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിരിക്കുന്നത്. അതിൽ നടന്ന ഓരോ കാര്യവും നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലൊന്ന് വിവരിച്ചിട്ട് ഈ ഒരു നറേഷൻ എഴുതുക. വരുന്നത് ആക്ടിവിറ്റി 5 ആണ്. ആൻഡ് എമോങ്സ് ദ വൂഡ് were the 3 baby squirrels, all of them white. The boy couldn't stop wondering about the white squirrels. If he scribbled down this unforgettable sight in his diary, how would it be? അപ്പോൾ ആക്ടിവിറ്റി 5 ഒരു ഡയറി റൈറ്റിംഗ് ആണ്. അവൻ ആ 3 വെള്ള അണ്ണാനെ കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ അവരെ കാണുമ്പോൾ അവനുണ്ടായിട്ടുള്ള ആ ഫീലിംഗ്, ആ സന്തോഷം അവൻ ഡയറിയിൽ എഴുതുകയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നമ്മൾ സമയം എഴുതുന്നുണ്ട്, എന്നാണ് എഴുതുന്നതെന്ന് കൊടുക്കുന്നുണ്ട്. ഡിയർ ഡയറി എന്ന് പറഞ്ഞിട്ടൊരു ഇത് കൊടുക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാം, എങ്ങനെയായാലും കറക്റ്റാണ്. What a wonderful sight! A white rat has become the father of 3 little white squirrel babies. അപ്പോൾ എന്താ പറയുന്നത്, എന്തൊരു വണ്ടർഫുൾ ആയിട്ടുള്ള സൈറ്റാണ്, എന്തൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഞങ്ങളുടെ വൈറ്റ് റാറ്റ് 3 സ്ക്യൂറൽ ബേബീസിൻ്റെ അച്ഛനായിരിക്കുന്നു. ഐ ഹാവ് നെവർ സീൻ എ ഹേർഡ് ഓഫ് വൈറ്റ് സ്ക്യൂറൽസ് ബിഫോർ. ഞാൻ ഒരിക്കലും വെള്ള സ്ക്യൂറൽസിനെ പറ്റി മുമ്പ് എവിടെയും കേട്ടിട്ടില്ല. ഈവൻ ഗ്രാൻഡ് പാ ഡസൻ നോ അബൌട്ട് ദ വൈറ്റ് സ്ക്യൂറൽസ്.
അപ്പോൾ എനിക്ക് മാത്രമല്ല മുത്തശ്ശനും ഇങ്ങനെയുള്ള വെള്ള സ്ക്വിറൽസിനെ പറ്റിയിട്ട് അറിയില്ല. ഹി സെഡ് ദ റാറ്റ്സ് ആൻഡ് സ്ക്വിറൽസ് വർ റിലേറ്റഡ് ടു ഈച്ച് അതർ. പക്ഷെ മുത്തശ്ശൻ എന്ത് പറഞ്ഞു തന്നു? റാറ്റ്സും സ്ക്വിറൽസും തമ്മിൽ റിലേറ്റഡ് ആണ്, അവർ തമ്മിൽ ഒരു ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഒരു സെയിം സെക്ഷനിൽ നിന്നാണ് അവർ വരുന്നതെന്ന് ഗ്രാൻഡ് പാ എനിക്ക് പറഞ്ഞു തന്നു. It is right as Grandpa said. The father of white baby squirrels is actually the white rat. അപ്പോൾ ഗ്രാൻഡ് പാ പറഞ്ഞു തന്നത് ശരിയാണ്. ആ 3 വൈറ്റ് സ്ക്വിറൽസിൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആരാണ്? ആ വെള്ള റാറ്റാണ് എന്നാണ് പറയുന്നത്. ഹൗ മെനി വെറൈറ്റീസ് ഓഫ് ക്രീച്ചേഴ്സ് ആർ ദർ ഇൻ നേച്ചർ? ഐ വിൽ ഷുവർലി ഷെയർ ദിസ് ന്യൂസ് വിത്ത് മൈ ഫ്രണ്ട്സ് ആൻഡ് ഓൾസോ വിൽ ടേക്ക് സം പിക്സ് ഓഫ് ബേബി സ്ക്വിറൽസ് സോ ദാറ്റ് ദേ ക്യാൻ സീ ഹൗ ക്യൂട്ട് ദേ ആർ. എന്താ, അപ്പോൾ നമുക്ക് ചുറ്റും പല തരത്തിലുള്ള ജീവികളുണ്ട്. ഞാൻ എന്തായാലും ഈ 3 സ്ക്വിറൽസിൻ്റെ ഫോട്ടോ എടുത്ത് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കാണിച്ചു കൊടുക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡയറി നമ്മളവിടെ നിർത്തുകയാണ്. ഓക്കെ, ദ സിലോട്ട്സ് ഓഫ് സം സീൻസ് ഫ്രം ദ സ്റ്റോറി ആർ ഗിവൺ ഹിയർ. ഐഡൻറ്റിഫൈ ദി സീൻസ് ആൻഡ് ഗിവ് കട്ട് ലൈൻസ്. ഇവിടെ എന്താണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്? ആ ആൺകുട്ടി ആ സ്ക്വിറലിനെ ഫീഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണ് താഴെ കൊടുത്തിരിക്കുന്നത്? സ്മോൾ സ്ക്വിറൽ ബിക്കെയിം ഫ്രണ്ട്ലി ആൻഡ് ഫെമിലിയർ ഇനഫ് ടു ടേക്ക് ഫുഡ് ഫ്രം ഹിസ് ഹാൻഡ്സ്. ആ ഒരു അണ്ണാനും അവനും നല്ല ഫ്രണ്ട്ഷിപ്പിലായി, അതുകൊണ്ടാണ് ആ അണ്ണാൻ അവൻ്റെ കയ്യിൽ നിന്നും ഫുഡ് എടുക്കുന്നതെന്ന് പറഞ്ഞു. നെക്സ്റ്റ് എന്താ കാണിച്ചിട്ടുള്ളത്? ആ കുട്ടി ആ മരത്തിൻ്റെ മുകളിൽ ഇരുന്ന് വായിക്കുന്നതാണ്. എങ്ങനെ കൊടുക്കാം? ദ ബോയ് ബിൽഡ് എ പ്ലാറ്റ്ഫോം ഇൻ എ ബാനിയൻ ട്രീ. ഹി യൂസ് ടു സിറ്റ് ദർ ആൻഡ് റീഡ് ബുക്സ് ആൻഡ് വാച്ച് ദ തിങ്സ് അറൗണ്ട്. അവൻ ആ ബാനിയൻ ട്രീയിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. അവൻ അവിടെ ഇരുന്ന് ബുക്സ് വായിക്കാറുണ്ട്, അതുപോലെ തന്നെ തൻ്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളും വീക്ഷിക്കാറുണ്ട്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ദ മൈന ആൻഡ് ദ ക്രോ ആർ ട്രൈങ് ടു അറ്റാക്ക് ദ കോബ്ര വിച്ച് ഈസ് ഫൈറ്റിംഗ് വിത്ത് ദ മംഗൂസ്. അല്ലേ, എന്താണ്? ആ മൈനയും ക്രോവും ആരെയാണ് അറ്റാക്ക് ചെയ്യുന്നത്? ആ കോബ്രേനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്? ആ മംഗൂസ് ആ കോബ്രയെ കൊന്ന് ആ ബുഷസിലേക്ക് വലിച്ചു കൊണ്ടുവന്നു. ദ മംഗൂസ് കിൽ ദ കോബ്ര ആൻഡ് ഡ്രാഗ്ഡ് ഇറ്റ് ഇൻ ടു ദ നിയർ ബൈ ബുഷസ് എന്ന് കൊടുക്കാം. എന്താണ്? ദ വൈറ്റ് റാറ്റ് ആൻഡ് ദ സ്ക്വിറൽ ബിക്കെയിം ക്ലോസ് ഫ്രണ്ട്സ്. ദേ മേറ്റഡ്. ആ റാറ്റും സ്ക്വിറലും ഫ്രണ്ട്സായി അവർ മെയ്റ്റ് ചെയ്തു. ലാസ്റ്റ് കാണിക്കുന്ന എന്താ? ആ കുട്ടി ആ സ്ക്വിറൽസിനെ കാണുന്നതാണ്, ബേബി സ്ക്വിറൽസിനെ കാണുന്നതാണ്. വെൻ ദ ബോയ് വെൻ ടു ഇൻവെസ്റ്റിഗേറ്റ് ഹി വാസ് സർപ്രൈസ് ടു സീ 3 വൈറ്റ് ബേബി സ്ക്വിറൽസ്. ആ ആൺകുട്ടി ആ മരത്തിൻ്റെ മുകളിൽ കയറി ഒന്ന് നോക്കിയപ്പോഴെന്താണ്? അവൻ ആ 3 ബേബി സ്ക്വിറൽസിനെ കണ്ട് സർപ്രൈസ്ഡ് ആയി. നെക്സ്റ്റ് പറയുന്ന ആക്ടിവിറ്റി 7 ആണ്. എ സിംഗിൾ ബാനിയൻ ട്രീ ക്രിയേറ്റ്സ് സച്ച് ബ്യൂട്ടി ആൻഡ് ഹാർമണി. ഹൗ വിൽ ഇറ്റ് ബി ഇഫ് വി ഹാവ് സച്ച് എ ബ്യൂട്ടി എവ്രിവെയർ? വാട്ട് ഷുഡ് വി ഡു ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ? ഡിസ്കസ്. അപ്പോൾ ഒരു ബാനിയൻ ട്രീയുടെ മുകളിലാണ് ഇത്ര അധികം ക്രീച്ചേഴ്സും അവർ തമ്മിലുള്ള ആ ഒരു ഹാർമണിയും ഒത്തൊരുമയും നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള ട്രീസ് നമുക്ക് ചുറ്റുമുണ്ടെങ്കിലോ എന്തൊരു ഭംഗിയുള്ള ഒരു ലോകമായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൺസർവേഷനും പ്രൊട്ടക്ഷനുമുള്ള ഇമ്പോർട്ടൻസ് എന്താണ്, അതാണ് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഡിജിറ്റൽ പോസ്റ്ററും നിങ്ങളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടുള്ളത് ഇൻ എവറി വാക്ക് ഇൻ നേച്ചർ വൺ റിസീവ്സ് ഫാർ മോർ ദാൻ ഹി സീക്സ്. Nature is the best surprise gift received from God. Nature has blessed us with variety of things like water, food, shelter, rain, sunlight, oxygen and countless other things. എന്താണ്? നമ്മൾ നേച്ചറിലേക്ക് ഇറങ്ങി നടക്കുന്ന ഓരോ നടത്തവും നമുക്ക് എന്താണ്? നമ്മൾ ആവശ്യപ്പെടുന്നതിനേക്കാളും കൂടുതൽ പ്രകൃതി നമുക്ക് തിരിച്ചു തരുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ ഷെൽട്ടറിന് വേണ്ടിയും വെള്ളത്തിന് വേണ്ടിയും ഫുഡിന് വേണ്ടിയും സൺലൈറ്റിന് വേണ്ടിയും നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന് വേണ്ടിയും ഒക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെ തന്നെയാണ്? നേച്ചറിനെയും ട്രീസിനെയും തന്നെയാണ്. നേച്ചർ ഹാസ് എ ലോട്ട് ടു ഗിവ്. ദറ്റ് മസ്റ്റ് ബി എ പ്രോപ്പർ വേ ടു സ്റ്റോർ ആൻഡ് റീയൂസ് ഇറ്റ്. നേച്ചർ പ്രകൃതി നമുക്ക് പലതും തരുന്നുണ്ട്, പക്ഷെ അതിനെ ശരിയായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യേണ്ടതും സ്റ്റോർ ചെയ്യുന്നതും നമ്മുടെ കടമയാണ്. The 3R technique, reduce, recycle and reuse, proves the best method for conservation. എന്താണ് reduce, recycle, reuse എന്ന് പറയുന്നത്? റെഡ്യൂസ്, പ്ലാസ്റ്റിക് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉപയോഗം കുറയ്ക്കുക. റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് റീസൈക്കിൾ ചെയ്യുക. റീയൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളുണ്ടെങ്കിൽ അത് റീയൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, അപ്പോൾ റീയൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ പകുതിയിലേറെ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും ഈ ഭൂമിയിലേക്ക് എത്തുന്നത് നമുക്ക് തടയാൻ കഴിയും.
It states first try to reduce the use or recycle the material or reuse it for other purposes. Many NGOs are spreading awareness among the people regarding this, but in the end, it's up to the self to take an initiative to make a change. അപ്പോൾ പല NGOസും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഇടയിലുണ്ട്. പക്ഷേ അവസാനം ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ആര് തന്നെയാണ്? നമ്മൾ തന്നെയാണ്. NGOസിനൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ മാത്രമേ പറ്റുള്ളൂ. പ്രവൃത്തിയിൽ വരുത്തേണ്ടത് നമ്മൾ തന്നെയാണ്. As far as possible, avoiding the use of non-renewable resources is the best possible way to മെയിൻറ്റെയിൻ ദ റിസോഴ്സ്. അപ്പോൾ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് വീണ്ടും വീണ്ടും അതിനെ റിന്യൂ ചെയ്യാൻ പറ്റാത്തത് അല്ലേ, യൂസ് ചെയ്യുന്നത് പരമാവധി കുറയ്ക്കുക, അല്ലെങ്കിൽ മുഴുവനായിട്ട് തന്നെ ഒഴിവാക്കിയാലേ ഈ പ്രകൃതിക്കും ഭൂമിക്കും രക്ഷയുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി നമ്മളത് കൺക്ലൂഡ് ചെയ്യാണ്. വി ഹാവ് ടു സ്റ്റാർട്ട് ഇറ്റ് സം ഡേ. സോ വൈ ഈസ് ഇറ്റ് ദാറ്റ് സം ഡേ നോട്ട് ടുഡേ? നമുക്ക് എന്തെങ്കിലും ഒരു ദിവസം ഈ കാര്യങ്ങളൊക്കെ തുടങ്ങി വെക്കണം. അപ്പോൾ എന്തുകൊണ്ട് ആ ഒരു ദിവസം എന്ന് പറയുന്നത് ഇന്നായിക്കൂടാ? ടേക്കിംഗ് എ സ്റ്റെപ്പ് ടുവേർഡ്സ് കൺസേവിങ് നേച്ചർ ഈസ് ജസ്റ്റ് ലൈക്ക് ടേക്കിംഗ് ദ സ്റ്റെപ്പ് ടു സക്സസ്. നമ്മൾ ഒരു സ്റ്റെപ്പ് പ്രകൃതിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുകയാണെങ്കിൽ അത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പാണ് എടുക്കുന്നത്? നമ്മുടെ സക്സസ്, നമ്മുടെ എല്ലാവരുടെയും വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പ് തന്നെയാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് കൺക്ലൂഡ് ചെയ്യുന്നത്. നിങ്ങളോട് പോസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതുപോലെയുള്ള നേച്ചർ കൺസർവേഷൻ പോസ്റ്റേഴ്സ് ഉണ്ടാക്കാം. സ്ലോഗൻസ് കൊടുക്കാം. സേവ് നേച്ചർ, സേവ് ദ എർത്ത് എന്നൊക്കെ കൊടുക്കാം. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. നെക്സ്റ്റ് പറയുന്ന ആക്ടിവിറ്റി 8 ആണ്. The story Adventures in a Banyan Tree portrays the happy childhood of writer blended with enchanting nature. Can the future generation enjoy such a beautiful life? Analyze the following pictures and identify the environmental issues portrayed in them. അപ്പോൾ നമ്മൾ ബാനിയൻ ട്രീ എന്നൊരു കഥ വായിച്ചപ്പോൾ എന്താണ്, അതിൽ ആ സ്റ്റോറിയാണ് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം, ആ ഒരു റൈറ്റർ അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡിൽ അനുഭവിച്ച കാര്യങ്ങൾ അല്ലേ, പ്രകൃതിയോട് അത്രയേറെ ഇണങ്ങിച്ചേർന്ന് അദ്ദേഹം ജീവിച്ചിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഒരു തലമുറയ്ക്ക് അങ്ങനെ ഒരു ലൈഫ് സാധ്യമാവുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ എഴുതണം. എന്താണ് ഫസ്റ്റ് പിക്ചർ? ഒരാൾ മരങ്ങളൊക്കെ വെട്ടിക്കളയുന്നതാണ്. അപ്പോൾ ഇഷ്യൂ എന്താണ്? ഡീഫോറസ്റ്റേഷൻ അല്ലെങ്കിൽ കട്ടിങ് ഡൗൺ ട്രീസ് ആണ്. അപ്പോൾ ഇഷ്യൂ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? കട്ടിങ് ഡൗൺ ട്രീസ് ഓർ ഡീഫോറസ്റ്റേഷൻ. ഇനി അതുകൊണ്ടുള്ള ഇമ്പാക്റ്റ് നമ്മൾ എങ്ങനെയൊക്കെയാണ് അത് ബാധിക്കുന്നത് അതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇറ്റ് വിൽ എഫക്ട് ദ വാട്ടർ സൈക്കിൾ, ഇറ്റ് വിൽ ഡിസ്ട്രോയ് ദ ഫ്ലോറ ആൻഡ് ഫോണ, ഇറ്റ് വിൽ ലെഡ് ടു ആൻ ഇൻക്രീസ് ഇൻ കാർബൺ ഡയോക്സൈഡ്, thereby increasing global warming. Cutting trees destroys the habitat of animals and birds, causes floods and fires, limits the supply of wood or timber. അപ്പം ഞാൻ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളവിടെ കൊള്ളുന്ന രീതിയിൽ അത്രയും കാര്യങ്ങൾ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ട്രീസൊക്കെ കട്ട് ഡൗൺ ചെയ്യുകയാണെങ്കിൽ എന്താണ്, അത് നമ്മുടെ വാട്ടർ സൈക്കിളിനെ എഫക്റ്റ് ചെയ്യും. അത് നമ്മുടെ ഫ്ലോറ ഫോണ, നമ്മുടെയുള്ള പല സസ്യങ്ങളെയും അത് എഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡ് കൂടാൻ അത് കാരണമാവും. ആ വഴി ഗ്ലോബൽ വാർമിങ്ങും ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ട്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെയും ഒക്കെ നാച്ചുറൽ ആയിട്ടുള്ള ഹാബിറ്റാറ്റ്, ആവാസ വ്യവസ്ഥകളാണ്. അപ്പോൾ അത് തകർക്കപ്പെട്ടാൽ ആ ഒരു ജീവരാശി തന്നെ അവിടെ ഇല്ലാതാവും. പിന്നെന്താണ്? ഫ്ലഡ് ഉണ്ടാവാനും വെള്ളപ്പൊക്കം ഉണ്ടാവാനും കാട്ടുതീ ഉണ്ടാവാനും ഒക്കെ ഇങ്ങനെയുള്ള ഇഷ്യൂസ്, ഇങ്ങനെയുള്ളൊരു ഡീഫോറസ്റ്റേഷൻ കാരണമാവും എന്നാണ് പറയുന്നത്. പിക്ചർ കൊടുത്തിട്ടുള്ള എന്താണ്? നെക്സ്റ്റ് പിക്ചർ കൊടുത്തിട്ടുള്ള ട്രീയുടെ ചുറ്റും പ്ലാസ്റ്റിക് വേസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇഷ്യൂ? എങ്ങനെയാണ് അത് എൻവയോൺമെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നത്? അപ്പോൾ ഇഷ്യൂ എന്താണ്? പ്ലാസ്റ്റിക് വേസ്റ്റ് ആണ്. എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത്? പ്ലാസ്റ്റിക് സ്റ്റിക്സ് അറൗണ്ട് ഇൻ ദ എൻവയോൺമെൻറ്റ് ഫോർ ഏജസ്, ത്രെട്ടനിങ് വൈൽഡ് ലൈഫ് ആൻഡ് സ്പ്രെഡിങ് ടോക്സിൻസ്. പ്ലാസ്റ്റിക് ഓൾസോ കോൺട്രിബ്യൂട്ട്സ് ടു ഗ്ലോബൽ വാർമിംഗ്. അപ്പോൾ നമുക്ക് ചുറ്റും കിടക്കുന്ന പ്ലാസ്റ്റിക് എന്താണ്? അത് ആ എൻവയോൺമെൻറ്റിനോട് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു, അവിടെ ഒട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ ആ ഭൂമിയിൽ തന്നെ അങ്ങനെ തന്നെ കിടക്കുന്നു. അപ്പോൾ അത് നമ്മുടെ വൈൽഡ് ലൈഫിനും നേച്ചറിനും ഒക്കെ തന്നെ കാലങ്ങളോളം ഒരു ഡേഞ്ചറായിട്ട് അവിടെ തന്നെ കിടക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഗ്ലോബൽ വാർമിങ്ങിനും ഇത് കാരണമാവും. ഇവിടെ ഇഷ്യൂ എന്താണ്? നിറയെ വണ്ടികളൊക്കെ ഉണ്ടല്ലേ, അതിൽ നിന്ന് വരുന്ന പുക, ഫാക്ടറികളിൽ നിന്ന് വരുന്ന പുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കാർബൺ എമിഷൻസ് ആണ്. കാർബൺ എമിഷൻസ് കൊണ്ടുള്ള ഇമ്പാക്റ്റ് എന്താണ്? CO2 എമിഷൻസ് ആക്ട് ലൈക്ക് എ ബ്ലാങ്കറ്റ് ഇൻ ദ എയർ, ട്രാപ്പിംഗ് ഹീറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ആൻഡ് വാർമിംഗ് അപ്പ് ദ എർത്ത്.
This layer prevents the earth from cooling and thus raises global temperatures. Global warming would affect environmental condition, food and water supplies, weather pattern and sea levels. അപ്പോൾ ഈ ഇങ്ങനെയുള്ള കാർബൺ എമിഷൻസ് എന്താണ്, ഈ എയറിൽ ഒരു ബ്ലാങ്കറ്റ് പോലെ, ഒരു പുതപ്പ് പോലെ അങ്ങനെ തങ്ങി നിൽക്കും. അപ്പോൾ അത് കാരണം എന്താണ്, ഭൂമിയിൽ നിന്നുള്ള ചൂട് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലുള്ള ചൂടിനെ അത് ട്രാപ്പ് ചെയ്യുകയും നമ്മുടെ ഭൂമിയിലെ ടെമ്പറേച്ചർ കൂട്ടാൻ അത് കാരണമാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വളരെയേറെ ചൂട് അനുഭവപ്പെടുന്നതും ഒക്കെ. അപ്പോൾ നമ്മുടെ വെതർ പാറ്റേൺ, നമ്മുടെ ക്ലൈമറ്റിനെയും നമ്മുടെ ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയറിനെയും സീ ലെവലിനെയും ഒക്കെ അത് എന്താണ് പറയുക, തെറ്റായ രീതിയിൽ ബാധിക്കും എന്നാണ് പറയുന്നത്. ക്വസ്റ്റ്യൻസ്: ഡു യു തിങ്ക് ദർ ആർ സീരിയസ് threats to our earth? What are the possible solution for these issues? നമ്മുടെ എർത്തിന് ഇങ്ങനെയുള്ള ത്രെഡ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതിനുള്ള സൊല്യൂഷൻസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടെന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ യെസ് എന്ന് കൊടുക്കുക. ഡംപിങ് ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ് എവ്രിവെയർ ആൻഡ് എക്സസീവ് കാർബൺ എമിഷൻ ആർ സീരിയസ് ത്രെഡ്സ് ടു അവർ എർത്ത്. ദേ കോസ് ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള പ്ലാസ്റ്റിക് വേസ്റ്റ്സിൻ്റെ ഡംപിങ്ങും അതുപോലെ തന്നെ കാർബൺ എമിഷൻസും ഒക്കെ നേച്ചറിനെ നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് ബാധിക്കുന്നത്. അത് കാരണം ഗ്ലോബൽ വാർമിങ്ങും ക്ലൈമറ്റിൽ കാലാവസ്ഥയിലെ വ്യതിയാനങ്ങളും ഉണ്ടാവുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്, വേസ് ഓഫ് കൺസേർവിങ് ദ എൻവയോൺമെൻ്റ് ആണ്. എങ്ങനെയൊക്കെ നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാം? ഡിഫോറസ്റ്റേഷൻ മസ്റ്റ് ബി സ്റ്റോപ്ഡ്. മരങ്ങൾ മുറിച്ചു വീഴ്ത്തുന്നത് നിർത്തുക. നാച്ചുറൽ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് മസ്റ്റ് ബി യൂട്ടിലൈസ് പ്രോപ്പർലി. നമ്മൾ കറക്റ്റായിട്ട് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്, നമുക്ക് ഇനി വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ പറ്റാത്ത റിസോഴ്സസ് അല്ലേ, അപ്പോൾ റിന്യൂ ചെയ്തെടുക്കാൻ പറ്റാത്ത റിസോഴ്സസ് ശ്രദ്ധയോടെ യൂട്ടിലൈസ് ചെയ്യുക. സേ നോ ടു പ്ലാസ്റ്റിക് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. എഫോറസ്റ്റേഷൻ ഈസ് ദ ബെസ്റ്റ് വേ ടു കൺസേർവ് ദ എൻവയോൺമെൻറ്റ്. മരങ്ങൾ വീണ്ടും നട്ടുപിടിപ്പിക്കുക. ക്രിയേറ്റ് പബ്ലിക് അവെയർനെസ്. ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ബോധവാന്മാരാക്കുക. കൺട്രോൾ പൊല്യൂഷൻ ആൻഡ് പോപ്പുലേഷൻ. പൊല്യൂഷനും പോപ്പുലേഷനും കൺട്രോൾ ചെയ്യുക. റിഡ്യൂസ്, റീസൈക്കിൾ ആൻഡ് റീയൂസ് ദ ഗുഡ്സ്. ഇനി കണ്ടക്ട് സെമിനാർ ഓൺ ദ ടോപ്പിക്സ് ഇഫ് ദ എർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ പോയിൻറ്റ്സ് ആയിട്ട് എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങളോട് വീഡിയോസും പിക്ചേഴ്സും ഒക്കെ എടുക്കാനും ഡോക്യുമെൻ്ററി ഉണ്ടാക്കാനൊക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് വേണ്ട. നമുക്ക് അടുത്തത് നോക്കാം. ആക്ടിവിറ്റി 1. പിക്ക് ഔട്ട് ദ വേർഡ്സ് ആൻഡ് ഫ്രേസസ് യൂസ് ടു ഡിസ്ക്രൈബ് ദ ഫൈറ്റ് ഓഫ് ഈച്ച് വാരിയർ. മംഗൂസും സ്നേക്കും തമ്മിലുള്ള ഫൈറ്റിൽ അവർ ഡിസ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ വേർഡ്സാണ് ആ ഒരു ഓതർ യൂസ് ചെയ്തിട്ടുള്ളത്? സ്നേക്ക് എന്താണ്, മൂവ് സ്വിഫ്റ്റ്ലി, പെട്ടെന്ന് നീങ്ങുന്നുണ്ട്. സ്ട്രക്ക് വിത്ത് സ്പീഡ് ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ വേഗതയിലാണ് ആ സ്നേക്ക് അറ്റാക്ക് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. സ്പ്രെഡ് ഹിസ് ബ്രോഡ് സ്പെക്ടക്കിൾ ഹുഡ്, അതിൻ്റെ പത്തി നിവർത്തുന്നത് പറയുന്നുണ്ട്. സ്വീഡ് ഫ്രം സൈഡ് ടു സൈഡ്, അതിൻ്റെ ഹുഡ് എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടുന്നത് പറയുന്നുണ്ട്. ട്രൈ ടു മെസ്മറൈസ് ദ മംഗൂസിനെ മെസ്മറൈസ് ചെയ്യാൻ, അതിനെ എന്താണ് ഒരു തെറ്റായ സ്റ്റെപ്പ് എടുക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഹിസ് ഗ്രേറ്റ് ഹുഡ് കെയിം ഡൗൺ സ്ലോലി, മെയ്ഡ് എ ഫ്ലെയിം ടു വൺ സൈഡ് എന്ന് പറയുന്നുണ്ട്. ഡാർട്ടഡ് സ്വിഫ്റ്റ്ലി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് എഴുതാം. ഡാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുതിച്ച് ചാടുക എന്നാണ് അർത്ഥം. നെക്സ്റ്റ് പറയുന്നത് മംഗൂസ് ആണ്. ബഷ് ഹിസ് ടെയിൽ പറയുന്നുണ്ട്. റിഫ്യൂസ് ടു മീറ്റ് ദ അൺവിങ്കിങ് ഐസ് ഓഫ് ദ സ്നേക്ക്. ജംപ് നീറ്റ്ലി ടു വൺ സൈഡ് ടു അവോയ്ഡ് ബൈറ്റ്. ബിറ്റ് ദ സ്നേക്ക് ഓൺ ദ ബാക്ക്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് മംഗൂസിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് പറയുന്നത് എന്താ, റീഡ് ദ സെൻറ്റൻസസ് ഗിവൺ ബിലോ. He was a very young squirrel and his friends and relatives probably thought him headstrong and foolish for trusting a human. അപ്പോൾ ഇവിടെ ഈ വേർഡ്സ് ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനി നെക്സ്റ്റ് സെൻറ്റൻസിൽ എന്താണ്, അതേ വേർഡ്സ് ഇവിടെ മാറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ്, അൺട്രൂലി ആൻഡ് സില്ലി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസിൻ്റെയും മീനിങ് എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. പക്ഷേ ഈ വേർഡ്സ് മാറ്റിയിട്ട് അതിന് പകരം അതിൻ്റെ സിനോണിംസ് യൂസ് ചെയ്തിട്ടാണ് താഴെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സിനോണിംസ്, അതായത് ഒരേ രീതിയിൽ അർത്ഥം വരുന്ന കാര്യങ്ങൾ, ഇപ്പം നമ്മൾ ബ്യൂട്ടിഫുൾ ആണ് അല്ലെങ്കിൽ അതിനെ മാഗ്നിഫിസൻ്റ് ആണ് എന്നൊക്കെ പറയും അല്ലേ. അപ്പം ഒരേ കാര്യം തന്നെ പല രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇനി എന്താണ്, അപ്പോൾ ഇവിടെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്. ആ പാസേജ് നിങ്ങളോട് സിനോണിംസ്, സെയിം മീനിങ് വരുന്ന വേർഡ്സ് യൂസ് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ ദി സ്പ്രിംഗ് വെൻ ദ ബാനിയൻ ട്രീ വാസ് ഫുൾ ഓഫ് സ്മോൾ റെഡ് ഫിഗ്സ്, ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ് വുഡ് ത്രോങ് ഇൻ ടു ഇറ്റ്സ് ബ്രാഞ്ചസ്. The red-bottom bulbul, happy and avaricious, slandering rosy pastures and parrots and crows, quarreling with each other all the time. During the fig season, the banyan tree was the noisiest place on the road.
ഓക്കെ, അപ്പോൾ ഇതിൽ ഈ മാർക്ക് ചെയ്ത വേർഡ്സിനൊക്കെ പകരം അതിൻ്റെ സിനോണിംസ് യൂസ് ചെയ്തിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സിനോണിംസ് കണ്ടുപിടിക്കണമെങ്കിൽ ഓൺലൈൻ ഡിക്ഷണറിയിൽ നോക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഡിക്ഷണറിയിൽ നോക്കുക. ആ ഒരു വേർഡിന് പകരം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി now read the following sentence. He had never tried taming it because a wild mongoose was more useful than എ ഡൊമസ്റ്റിക്കേറ്റഡ് വൺ. ഒരിക്കലും ഗ്രാൻഡ് ഫാദർ ആ മംഗൂസിനെ ടൈം ചെയ്യാൻ നോക്കിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എപ്പോഴും വൈൽഡ് മംഗൂസ് ആണ് ടൈംഡ് മംഗൂസിനേക്കാളും നല്ലത് എന്ന് പറയുന്നുണ്ട്. വാട്ട് ഫങ്ഷൻ ഡു ദ അണ്ടർലൈൻ വേർഡ്സ് പെർഫോം ഇൻ ദിസ് സെൻറ്റൻസ്? ഹീ എന്ന് പറയുന്നത് ആരെ ഉദ്ദേശിച്ചിട്ടാണ്? ഗ്രാൻഡ് ഫാദർ അല്ലേ. അപ്പോൾ ഗ്രാൻഡ് ഫാദറിന് പകരം ഹീ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്? ഹീ ഒരു പ്രോനൗൺ ആണ് അല്ലേ. നൗണിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ഹീ, ഷീ, വി, ദേ അതൊക്കെ എന്താണ്? അത് പ്രോനൗൺ ആണ്. ഇനി ഹാഡ് വരുന്നുണ്ട്. ഹാഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിലറി വേർബാണ് അല്ലേ. മെയിൻ വേർബിനെ സപ്പോർട്ട് ചെയ്യുന്ന വേർബ്സിനെ നമുക്ക് ഓക്സിലറി വേർബ് എന്ന് പറയാം. മെയിൻ വേർബ് ഏതാണ് ഇതിൽ? ട്രൈഡ്, ശ്രമിക്കുക അല്ലേ, അതാണ് മെയിൻ വേർബ് വരുന്നത്. കൺജങ്ഷൻ ഇവിടെ ബിക്കോസ് എന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് ലൈൻസിനും കൂടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബിക്കോസ് എന്നുള്ളൊരു ടേം യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ബിക്കോസ് എന്ന് പറയുന്നത് എന്താണ്? ബിക്കോസ് എന്ന് പറയുന്നത് അത് യോജിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അത് കൺജങ്ഷൻ ആണ്. മംഗൂസിനെ പറ്റിയിട്ട് ഇലോബറേറ്റ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്തിട്ടുള്ളത്? വൈൽഡ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വൈൽഡ് അതുകൊണ്ട് തന്നെ അഡ്ജക്റ്റീവ് ആണ്. മംഗൂസ് എന്താണ്? മംഗൂസ് നൗൺ ആണ്. മോർ യൂസ്ഫുൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതെന്താണ്? കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. അത് പറയുന്നത് വൈൽഡ് മംഗൂസ് ആണ് എന്തിനേക്കാളും നല്ലത്? ഡൊമസ്റ്റിക്കേറ്റഡിനേക്കാളും നല്ലത്. അപ്പം മോർ യൂസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് എന്താണ്? അതൊരു കമ്പാരിസൺ ആണ് അല്ലേ. അതിനേക്കാളും നല്ലത് ഇതാണെന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു കമ്പാരിസൺ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ മോർ വെച്ചിട്ടുള്ള ഇതൊക്കെ എന്താണ്? മോർ യൂസ്ഫുൾ, മോർ ഗുഡ് എന്നൊക്കെ പറയുന്നത് കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ്സ് ആണ്. ഓക്കെ, ഇവിടെ ഒരു വേർഡ് കാർഡ് കൊടുത്തിട്ടുണ്ട്. ഏതാണ് വേർഡ്? ഫൂളിഷ് ആണ് വേർഡ്. അത് ഏത് കാറ്റഗറിയിലാണ് പെടുന്നത്? ഫൂളിഷ്. എ ഫൂളിഷ് ക്രോ അല്ലേ, അല്ലെങ്കിൽ എ ഫൂളിഷ് കൗ എന്നൊക്കെ പറയുന്നത് എന്താണ്? അത് അഡ്ജക്റ്റീവ് ആണ്. ഒരാളെ പറ്റിയിട്ട് അല്ലെങ്കിൽ എന്തിനെങ്കിലും പറ്റിയിട്ട് ഡീറ്റെയിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് അല്ലേ. ബ്യൂട്ടിഫുൾ റോസ്, മാഗ്നിഫിസൻറ്റ് പിക്ചർ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അങ്ങനെയുള്ള വേർഡ്സൊക്കെയാണ് അഡ്ജക്റ്റീവ്. ഇനി ഫൂളിഷിൻ്റെ സിനോണിംസ് അതേ രീതിയിൽ അർത്ഥം വരുന്ന ഏതൊക്കെയാണ്? സില്ലി, സ്റ്റുപ്പിഡ്, ഇഡിയോട്ടിക്, വിറ്റ്ലെസ് അതൊക്കെ സിനോണിംസ് ആണ്. ആൻ്റണിം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്. ഫൂളിഷിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? വൈസ് ആണ്, ബുദ്ധിയുള്ളവൻ എന്നാണ് മീനിങ് വരുന്നത്. ഇനി സെൻറ്റൻസ് യൂസിങ് ദ വേർഡ് ഓർ സിനോണിം. അപ്പോൾ ഫൂളിഷ് വെച്ചിട്ടുള്ള നമുക്ക് എന്ത് പറയാം? ഇറ്റ് വാസ് എ ഫൂളിഷ് ഡിസിഷൻ. അതൊരു തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ്? ഒരു മണ്ടത്തരമായിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു നമുക്ക് പറയാം. ഇനി നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് സെൻറ്റൻസ് യൂസിങ് ആൻ്റണിം. നമുക്ക് എന്ത് പറയാം? ആൻ്റണിം വൈസ് ആണ് അല്ലേ. അപ്പോൾ ദ കിങ് വാസ് റിയലി വൈസ് എന്ന് പറയാം. അത് ഒരു സെൻറ്റൻസ് ആണ്. ഇനി an activity with the word. Make meaningful words by suffixing or prefixing the word. ഇപ്പോൾ ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? ഫൂളിഷിൻ്റെ ഒപ്പം NESS ചേർത്താൽ എന്താ? ഫൂളിഷ്നെസ് ആയി. അപ്പോൾ അതിനും മീനിങ് ഉണ്ടല്ലോ. അപ്പോൾ അതാണ് പറയുന്നത്. അങ്ങനത്തെ വേർഡ്സ് ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കൂടുതൽ വേർഡ് കാർഡ്സ് നിങ്ങളോട് ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. ഒരു എക്സാമ്പിൾ കൂടി ഞാൻ കാണിക്കാം. കൊടുത്തിട്ടുള്ള അഗ്രസീവ് ആണ്. വേർഡ് അഗ്രസീവ് കാറ്റഗറി ഏതാണ്? അഡ്ജക്റ്റീവ് തന്നെയാണ്. സിനോണിംസ് ഏതൊക്കെയാണ്? പഗ്നീഷ്യസ്, ബെല്ലിഗ്രൻറ്റ്, ആൻറ്റാഗണിസ്റ്റിക്, ബെല്ലിക്കോസ്, മിലിറ്റൻറ്റ് ഇതൊക്കെ അഗ്രസീവിന് സിനോണിമാണ്. ഓപ്പോസിറ്റ് എന്താണ്? ആമിക്കബിൾ, അൺഅഗ്രസീവ് ഒക്കെ ഇതിന് ഓപ്പോസിറ്റാണ്. ഇനി എന്ത് എഴുതാൻ നമുക്ക്? സെൻറ്റൻസ് ബി കെയർഫുൾ, ദെയർ ഡോഗ് ക്യാൻ ബി ക്വൈറ്റ് അഗ്രസീവ് അറ്റ് ടൈംസ്. അവിടേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കണം. അവിടുത്തെ ഡോഗ് ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ളതാണ്, ഭയങ്കര വൈൽഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് എന്നാണ് പറയുന്നത്. ഇനി അതിൻ്റെ ആൻ്റണിം വെച്ചിട്ട് നമ്മൾ എഴുതുന്നുണ്ട്. ദെയർ റിലേഷൻഷിപ്പ് ഹാസ് ഇൻ ഓൾവേസ് ബീൻ ആമിക്കബിൾ അല്ലേ. അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എപ്പോഴും ആമിക്കബിൾ ആയിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇനി ഒരു ആക്ടിവിറ്റി പറയുന്നുണ്ട്. അഗ്രഷൻ അല്ലേ. അഗ്രസീവിന് പകരം നമുക്ക് അഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് നൗണായി. ഇനിയും ഇങ്ങനത്തെ സെൻറ്റൻസസ് ഉണ്ട്, അഡ്ജക്റ്റീവ്സ് ഉണ്ട് ടെക്സ്റ്റിൽ. അത് വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വേർഡ് കാർഡ്സ് പ്രിപ്പയർ ചെയ്യാം. നെക്സ്റ്റ് പറയുന്നത് എന്താ? ഇറ്റ് വാസ് എൻ ഓൾഡ് ബാനിയൻ ട്രീ. ഇവിടെ കുറച്ച് സെൻറ്റൻസസ് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തേൽ പറയുന്നത് എന്താ? അതൊരു ഓൾഡ് ബാനിയൻ ട്രീ ആയിരുന്നു, പ്രായമായ ഒരു ബാനിയൻ ട്രീ ആയിരുന്നു. നെക്സ്റ്റ് എന്താ പറയുന്നത്? ഇറ്റ് വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്. ഇവിടെ എന്താണ്? സെക്കൻഡ് വണ്ണിലൊരു കമ്പാരിസൺ വന്നു. ആദ്യത്തേൽ ട്രീ ആണ്, നെക്സ്റ്റ് പറയുന്നത് എന്താ? സെക്കൻഡ് പറയുന്നത് എന്താ? വീടാണ്. ഈ
ട്രീ എന്ന് പറയുന്നത് ഈ വീടിനേക്കാളും പ്രായം കൂടിയതാണ് എന്ന് പറയുന്നു. അപ്പോൾ രണ്ട് കാര്യങ്ങൾ തമ്മിൽ കമ്പാരിസൺ വന്നു. നെക്സ്റ്റ് എന്താ, ഇറ്റ് വാസ് ദ ഓൾഡസ്റ്റ് ബാനിയൻ ട്രീ ഇൻ ദ ടൗൺ. ഇനി അടുത്തത് പറയുമ്പോൾ കുറച്ചും കൂടി ഇലോബറേറ്റ് ആണ്. ആ ഒരു ടൗണിൽ, ആ ഒരു സിറ്റിയിലുള്ള എല്ലാ ട്രീസിലും അല്ലെങ്കിൽ എല്ലാ ഇതിലും ഏറ്റവും പ്രായം കൂടിയത് ആ ഒരു മരത്തിനാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ഓൾഡസ്റ്റ് യൂസ് ചെയ്തു. ഓൾഡസ്റ്റ്. അപ്പോൾ ഇതെന്താണ്, ഇത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. ഓൾഡസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അതായത് ഏറ്റവും കൂടുതൽ, അല്ലേ, അതിനപ്പുറം ഒന്നും ഇല്ല എന്ന് പറയില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയാം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇൻ ദ സെൻറ്റൻസ് അഡ്ജക്റ്റീവ് ഓൾഡ് മിയർലി ടെൽസ് ഇസ് ദാറ്റ് ദ ബാനിയൻ ട്രീ ഈസ് ഓൾഡ്. ആദ്യത്തേൽ പറയുന്നത് ബാനിയൻ ട്രീ പ്രായമുള്ളതാണെന്ന് പറയുന്നുണ്ട്, അത്രേ പറയുന്നുള്ളൂ. രണ്ടാമത്തേതിൽ എന്താ, അഡ്ജക്റ്റീവ് ഓൾഡർ ഈസ് യൂസ്ഡ്. ഇൻ സെൻറ്റൻസ് ടു ദ അഡ്ജക്റ്റീവ് ഓൾഡർ ഈസ് യൂസ്ഡ് ടു ഷോ ദാറ്റ് ഇറ്റ് വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്. ആ വീടിനേക്കാളും പ്രായം കൂടുതലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഓൾഡർ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ആ വീട് പണിയുന്നതിന് മുൻപ് തന്നെ അവിടെ ആ ബാനിയൻ ട്രീ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത്തേതിലോ ഓൾഡസ്റ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ടെൽസ് ഇസ് ദാറ്റ് ഇറ്റ് വാസ് ഓൾഡസ്റ്റ് ബാനിയൻ ട്രീ ഇൻ ദ ടൗൺ. ആ ടൗണിൽ തന്നെ എല്ലാ ട്രീസിനേക്കാളും ഓൾഡസ്റ്റ് ആണ്, ഏറ്റവും പ്രായമേറിയതാണ് ആ ഒരു ബാനിയൻ ട്രീ എന്ന് പറയാനാണ് ഓൾഡസ്റ്റ് എന്ന് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ കമ്പാരിറ്റീവ് അല്ലെങ്കിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രീസ് വെച്ചിട്ടുള്ള ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. നോ അതർ ബേർഡ് ഈസ് ഡാഷ് ആസ് ദ ക്രോ. അപ്പോൾ ഇവിടെ എത്ര കാര്യങ്ങൾ തമ്മിൽ കമ്പാരിസൺ ഉണ്ട്. മറ്റൊരു ബേർഡും ക്രോവിനേക്കാളും എന്തില്ല, is clever as the crow. ക്രോവിൻ്റെ അത്ര ക്ലെവർ ആയിട്ട് വേറൊരു ബേർഡും ഇല്ല എന്ന് പറയുന്നുണ്ട്. The grey mongoose was dash than the cobra. Grey mongoose was more aggressive than the cobra. അല്ലേ, ഇവിടെ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള കമ്പാരിസൺ ആണ്, അതുകൊണ്ട് തന്നെ മോർ അഗ്രസീവ് യൂസ് ചെയ്തു. The banyan tree was the dash place on the road. എങ്ങനെയാണ്, was the noisiest, ഏറ്റവും കൂടുതൽ ശബ്ദം വരുന്നത്. അപ്പോൾ നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി യൂസ് ചെയ്തു. The cobra was a dash fighter. ആകെ ഒരു കാര്യമേ പറയുന്നുള്ളൂ, അല്ലേ, കോബ്രേനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ സ്കിൽഫുൾ ഫൈറ്റർ. The evening was dash than the morning. ഈവനിങ്ങും മോർണിംഗും തമ്മിലുള്ള കമ്പാരിസൺ വന്നു, രണ്ടെണ്ണം വരുമ്പോൾ ER. അപ്പോൾ it was hotter than the morning. The myna was dash as the crow. അപ്പോൾ myna. It was the dash fight of the snake with the mongoose. It was the worst fight of the snake with the mongoose. അല്ലേ, ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു ഫൈറ്റ് ആയിരുന്നു. കാരണം എന്താണ്, അത് കഴിഞ്ഞപ്പോൾ ആ സ്നേക്ക് കൊല്ലപ്പെടുന്നു. It was one of the dash vacations the boy had. It was one of the unforgettable vacations the boy had. നെക്സ്റ്റ്, ഗ്രാൻഡ് ഫാദർ ഈസ് ദ ഡാഷ് മെമ്പർ ഓഫ് ദ ഫാമിലി. ഗ്രാൻഡ് ഫാദർ ആണ് ആ വീട്ടിലെ എൽഡസ്റ്റ്, ഏറ്റവും പ്രായം കൂടിയ മെമ്പർ. അപ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് യൂസ് ചെയ്യുക. മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദ മംഗൂസ് ഡാർട്ടഡ് ഇൻ ആസ് ഡാഷ് ആസ് ദ കോബ്ര. ദ ആസ് ഇവിടെ എന്താ പറയുന്നത്, ആസ് ആണ് പറയുന്നത്. അപ്പോൾ ഒരു കമ്പാരിസൺ അല്ല, അല്ലേ, യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ കോബ്രയുടെ ഡാർട്ട്, ഓക്കെ, ആസ് സ്വിഫ്റ്റ്ലി ആസ് ദ കോബ്ര. ഓക്കെ, അപ്പോൾ കോബ്രയെ പോലെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനേക്കാളും കൂടുതലോ കുറവോ ഒന്നും പറയുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, മോർ സ്വിഫ്റ്റ്ലി ഒന്നും നമ്മൾ യൂസ് ചെയ്യില്ല. ആസ് ദ കോബ്രയെ പോലെ തന്നെ സ്വിഫ്റ്റായിട്ട് സ്പീഡിലാണ് മംഗൂസും ഡാർട്ട് ചെയ്തത്, ചാടി വീണത് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രി, മോർ ഫോർഗെറ്റബിൾ, മോർ സ്വിഫ്റ്റ്ലി എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യും. ഇനി അതാണ് ഏറ്റവും വലുത്, ആ ട്രീ ആണ് ആ ടൗണിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ട്രീ എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ യൂസ് ചെയ്യുക, ഇറ്റ്സ് ദ ബിഗ്ഗസ്റ്റ് ട്രീ എന്ന് പറയും, അല്ലേ. പിന്നെ അല്ല, ആ കാറാണ് ഏറ്റവും സ്പീഡിൽ പോകുന്നത്, ബാക്കി എല്ലാ കാറിനേക്കാളും എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ പറയുക, മോസ്റ്റ് സ്വിഫ്റ്റ്ലി, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ആ മോസ്റ്റിൻ്റെ തമ്മിൽ ഡിഫറൻസ് വരുന്നത്. ഓക്കെ, അതിനേക്കാളും വലുതൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ആ ഒരു അർത്ഥം വരുമ്പോഴാണ് നമ്മൾ മോസ്റ്റ് യൂസ് ചെയ്യുന്നത്. രണ്ട് കാര്യങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മോറാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ലെസണിലെ ആക്ടിവിറ്റീസ് വരുന്നത്. ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്